ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്, ബ്രഹ്മരജാഥ സിന്ദാബാദ്, ബ്രഹ്മരജാഥ സിന്ദാബാദ്. നരേന്ദ്രമോദി കൂട്ടാളികളും ഭരണഘടനയെ പിച്ചി ചീന്തി നിയമം ഇല്ലാതാക്കി RSS കൽപ്പന പോലെ കൂട്ടുകെട്ട് കൊണ്ടുവന്ന ഭേദഗതി നിയമം ഇല്ലാതാക്കി ഏപ്രിൽ മാസം 16 കോഴിക്കോട് കടപ്പുറത്ത് അണിചേരുക ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കാൻ കാട്ടിക്കൂട്ടും അനീതികളെ ജനാധിപത്യ മാർഗത്തെ വഖഫ് നിയമം കീറിമുറിച്ച് വഖഫ് സ്വത്ത് കൈക്കലാക്കാൻ കൊള്ളയടിച്ച് കൊലയാളികൾ RSS ശ്രമിക്കുന്നതിനെ പ്രതിരോധിക്കാൻ അനീതിക്കെതിരെ പ്രതിരോധിക്കാൻ ഏപ്രിൽ മാസം 16 അണിചേരുക സഹോദരരെ. മുസ്ലിം ലീഗ് സിന്ദാബാദ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കരിനിയമം പാസാക്കുകയുണ്ടായി. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇതുവരെ ഇന്ത്യ രാജ്യത്ത് ഓരോ മതവിഭാഗവും അനുവദിച്ച ഗവൺമെന്റ് ഈ ഒരു നിയമം പാസാക്കുന്ന സമയത്ത് അവര് പാർലമെന്റിൽ പറയുകയുണ്ടായി, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ നിയമം നടപ്പിലാക്കുന്നത് എന്നാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ഉന്നമനപ്പി എന്ന ഭരണകൂടം ഒരൊറ്റ മുസ്ലിം പോലും ഇല്ലാതെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഒരു മുസ്ലിമിനെ പോലും തെരഞ്ഞെടുത്തയക്കാനില്ലാതെ അവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഈ കരിനിയമം പടച്ചുവിട്ടു എന്ന് പറയുന്നത്. അതുപോലെ മുസഫർ കലാപത്തിന് വഴിയൊരുക്കിയവർ, അതുപോലെ ഡൽഹിയിലെ കലാപങ്ങൾക്ക് വഴിയൊരുക്കിയവർ, ഗുജറാത്തിലെ സുപ്രസിദ്ധമായ കലാപത്തിന് ആയിരങ്ങൾ മരണമടഞ്ഞ ഒരു കലാപത്തിന് കോപ്പുകൂട്ടിയവരാണ് മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനായി ഈ കരിനിയമം പഠിച്ചുവിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെതിരെയാണ് ഉള്ളണത്തെ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരുന്ന 16 കോഴിക്കോട്ടേക്ക് ഈ മുസ്ലിം ജനസാമാന്യത്തെ, അതുപോലെ ഈ നാട്ടിലെ കേരള മൂലമുണ്ടാകുന്ന ദുരവസ്ഥ നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ അറിഞ്ഞ കാര്യങ്ങൾ. നിയോജക മണ്ഡലം ട്രഷറർ കോയ ഹാജി,
മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ നേതാവും ഹൈക്കോടതി അഡ്വക്കേറ്റുമായിട്ടുള്ള ബഹുമാനപ്പെട്ട കെ സൈദലി സാഹിബ്, മറ്റ് സദസ്സിലും അതുപോലെ തന്നെ വേദിയിലും ഇരിക്കുന്ന വിവരങ്ങൾ നമ്മളൊക്കെ കുറച്ച് ദിവസങ്ങളായി മനസ്സിലാക്കിയത്, മറ്റന്നാൾ കോഴിക്കോട്ട് വലിയൊരു മഹാ റാലി നടക്കുകയാണ്. അത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, കേന്ദ്ര ഗവൺമെൻറ് കാടത്ത നിയമങ്ങൾ നടപ്പാക്കിയിരിക്കുകയാണ്. 2 സഭകളിലുമായി ഈ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു ന്യൂനപക്ഷ ഗവൺമെൻറ്റാണ്. സാങ്കേതികമായ ഭൂരിപക്ഷത്തിൻ്റെ പേരിൽ അവരുദ്ദേശിച്ച രീതിയിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ബാധിക്കുന്ന വഖഫ് നിയമം ഇന്ത്യൻ്റെ പ്രസിഡന്റ് അയച്ചു കൊടുക്കുകയും അന്ന് രാത്രി തന്നെ ഒപ്പിടുകയും 2 ദിവസം കൊണ്ട് നിയമം ഇഫക്റ്റ് ആക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4-ാം തീയതിയാണ് ഇന്ത്യത്ത് ഒരു വഖഫ് അമെൻമെൻറ്റ് ബില്ല് നിയമം ഉണ്ടായത്. ആ 4-ാം തീയതി ഉണ്ടായ നിയമം 8-ാം തീയതി തന്നെ ഇന്ത്യൻ്റെ പ്രസിഡന്റ് ഒപ്പിട്ട് ഇഫക്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു. ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ 1947. ആ 47 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആദ്യമായി ഒരു യൂണിഫൈഡ് നിയമം ഇന്ത്യ ഒട്ടുക്കും വഖഫ് നിയമം ഉണ്ടായത് 1954-ലാണ്. ആ 54-ൽ ഉണ്ടാക്കിയ നിയമം പിന്നെ 2-3 തവണ 1984-ലും 95-ലും 2010-ലും 13-ലും ഭേദഗതിപ്പെടുത്തുകയുണ്ടായി. ചില വകുപ്പുകൾ കുറെ കൂടി നിയമം സമഗ്രമാക്കുന്നതിന് വേണ്ടി എല്ലാ നിയമങ്ങളും ആ സമയത്ത് കാലോചിതമായി മാറ്റങ്ങൾ വരുത്തുകയും അമെൻമെന്റ് വരുത്തുകയും ചെയ്യുന്നതിന് ഭാഗമായി 1984-ലും അതുപോലെ 95-ലും 2013-ലും ആ നിയമത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. ആ നിയമമാണ് കഴിഞ്ഞ ആഴ്ചക്ക് മുമ്പ് വരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. എന്താണ് വഖഫ് നിയമം? വഖഫ് നിയമം എന്താണ് വഖഫ്? നമുക്കറിയാം, വഖഫ് ചെയ്തിട്ടുണ്ടെന്നെല്ലാം കേട്ടിട്ടുണ്ട്. പള്ളി വഖഫ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഭൂമി വഖഫ് ചെയ്തെന്ന് കേട്ടിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് പത്രങ്ങൾ വായിച്ച പോലെ റെയിൽവേക്കും ഡിഫൻസിനും കഴിച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭൂമി വഖഫിലാണ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് 1947-ൽ സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ 2-ായി പാകിസ്ഥാനായി വീഴ്ച പോയപ്പോൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ ഒരുപാട് ആൾ ഉത്തരേന്ത്യയിൽ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഡൽഹിയിലും യു-പിയിലും ഒക്കെ കണ്ടമാനം ഭൂമി അള്ളാഹുവിലേക്ക് വഖഫ് ചെയ്ത് പള്ളിക്കും ധർമ്മസ്ഥാപനക്കും വേണ്ടി വഖഫ് ചെയ്ത് പോയി. അത് കൂടാതെ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലൊക്കെ നമ്മുടെ മതാചാരത്തിന്റെ ഭാഗമായി, വിശ്വാസത്തിന്റെ ഭാഗമായി ഭൂമികൾ വഖഫ് ചെയ്തു, വസ്തുക്കൾ വഖഫ് ചെയ്തു. വഖഫ് ചെയ്യുമ്പോൾ ഇളകുന്ന വസ്തുക്കൾ വഖഫ് ചെയ്യുക, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വഖഫ് ചെയ്യുക. എന്ന് വെച്ചാൽ കാറ് വഖഫ് ചെയ്യില്ല, ബസ് വഖഫ് ചെയ്യില്ല, എടുത്തു കൊണ്ടുപോകുന്ന സാധനം വഖഫ് ചെയ്യില്ല. വഖഫ് ചെയ്യുന്ന ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഭൂമി, കെട്ടിടം, അതുപോലെ മറ്റുള്ള വസ്തുക്കൾ, അത്തരം ഭൂമി സാധനമാണ് വഖഫ് ചെയ്യുക. ആ വഖഫ് ഇസ്ലാമിക ആശയം അനുസരിച്ച് ഒരു മുസൽമാനെ ചെയ്യാവുന്നതാണ്. ദൈവിക ആഗ്രഹം വെച്ചിട്ട് അള്ളാഹുവിന്റെ ദൈവത്തിൽ നിന്ന് പുണ്യം ലഭിക്കുന്നതിന് വേണ്ടി, അതുപോലെ ആൾക്ക് ആളിനെ വഖഫ് ചെയ്യാൻ ആളിന് പുണ്യം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിലേക്ക് അർപ്പിക്കുകയാണ്, ഗോഡിലേക്ക് അർപ്പിക്കുകയാണ്. അൾമൈറ്റിയായ അള്ളാഹുവിലേക്ക്, പരമകാരുണ്യമായ അള്ളാഹുവിലേക്ക് അർപ്പിക്കുകയാണ് വഖഫ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരാൾ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭൂമി പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അലിനേറ്റ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ ആ ഭൂമി കൈമാറ്റം ചെയ്യാനോ ആ ഭൂമി ഭാഗിക്കാനോ അതിന് ലോൺ എടുക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. ആ വസ്തു അള്ളാഹുവിന്റെ വസ്തുവാണ്. അള്ളാഹുവിലേക്ക് തവക്കലാക്കി അള്ളാഹ് വഖഫ് ചെയ്തു. ആ വസ്തുവിന് പിന്നെ മാനേജർ ഉണ്ടാവും. ആ മാനേജറാണ് വസ്തുവിന്റെ മുത്തവല്ലി എന്ന് പറയും. ചില വസ്തു ചില കമ്മിറ്റി ഉണ്ടാക്കിയെങ്കിൽ കമ്മിറ്റി മുത്തവല്ലിയെ പ്രവർത്തിക്കും. എന്ന് വെച്ചാൽ ആ കമ്മിറ്റി ആ വസ്തു കൈകാര്യകർത്താവിനാണ് ഒന്നുകിൽ മുത്തവല്ലി എന്ന് പറയും, അല്ലെങ്കിൽ കമ്മിറ്റി എന്ന് പറയും. കമ്മിറ്റി ഉണ്ടാക്കി കൊടുത്ത് കമ്മിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ മുത്തവല്ലിയാണെങ്കിൽ മുത്തവല്ലി ആയിരിക്കും. അതിന് കൈകാര്യകർത്താവ് മാനേജറുണ്ട്. ആ വസ്തു മാനേജ് ചെയ്യുക, കൊണ്ടു നടക്കുക. ആ വസ്തുവിൽ ഉടമസ്ഥാവകാശം ഉണ്ടാവില്ല, ആ വസ്തുവിൽ വിൽക്കാനുള്ള അവകാശം ഉണ്ടാവില്ല, ആ വസ്തു വായിക്കാനുള്ള അവകാശമില്ല, ആ വസ്തു പണയപ്പെട്ട അവകാശമില്ല. അങ്ങനെ മുസ്ലിങ്ങൾ അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ പ്രീതി ആർജിച്ചുകൊണ്ട് ധർമ്മസ്ഥാപനങ്ങൾക്കും അതുപോലെ റിലീജിയസ് ആവശ്യങ്ങൾക്കും, മതപരമായ ആവശ്യങ്ങൾക്ക്, അതുപോലെ ഭക്തി ആവശ്യങ്ങൾക്ക്, ധർമ്മത്തിന്റെ ഭാഗമായി, ചായത്തിന്റെ ഭാഗമായി വഖഫ് വസ്തു ഡെഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് വഖഫ് എന്ന് പറയുക. അങ്ങനെ വഖഫ് ചെയ്ത് ധാരാളം ഭൂമി ഇന്ത്യയിലായിട്ടുണ്ട്, കേരളത്തിലുണ്ട്, പലയിടത്തുണ്ട്. അങ്ങനെ വഖഫ് ചെയ്ത ഭൂമിയെ എല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമം ഉണ്ടാക്കിയത്, കേന്ദ്ര വഖഫ് നിയമം ഉണ്ടാക്കിയത്. വഖഫ് എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിന്റെ ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ ആ വസ്തുവിൽ നിയമം ഉണ്ടാക്കാൻ കേരള സംസ്ഥാനങ്ങൾക്കും അധികാരം ഉണ്ടാകും, കേന്ദ്രത്തിനും അധികാരം. നമ്മുടെ വിദ്യാഭ്യാസം പോലെയാണ്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടത്. ഭരണഘടനയിൽ 3 ലിസ്റ്റ് ഉണ്ട്. ഒന്ന് സെൻട്രൽ ലിസ്റ്റ്, മറ്റേ സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ കൺകറന്റ് ലിസ്റ്റ്. സെൻട്രൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് മാത്രമായ അധികാരമുള്ള വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കുന്ന അധികാരം സെൻട്രൽ ഗവൺമെന്റിനാണ്. സംസ്ഥാന ഗവൺമെന്റ് മാത്രമായി നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത് സംസ്ഥാന ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് പറയും. ഇപ്പൊ വിദ്യാഭ്യാസം
വിദ്യാഭ്യാസ കേന്ദ്ര വിഷയമാണ്, സംസ്ഥാന വിഷയമാണ്. സെൻട്രൽ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കാം, സംസ്ഥാന ഗവൺമെന്റ് നിയമം ഉണ്ടാക്കാം. ആഭ്യന്തരം സംസ്ഥാന വിഷയമാണ്, സംസ്ഥാന ഗവൺമെന്റ് നിയമം ഉണ്ടാക്കാൻ പാടുള്ളൂ. അതുപോലെ പിന്നെ വിദേശകാര്യം, അതുപോലെ രാജ്യസുരക്ഷ, പ്രതിരോധം, ഇതൊക്കെ സെൻട്രൽ വിഷയങ്ങളാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കാൻ പറ്റും. സംസ്ഥാനത്തിനും അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കാൻ പറ്റിയ വിദ്യാഭ്യാസം പോലുള്ള ഒരു വിഷയമാണ് വഖഫ്. വഖഫിന്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് നിയമം ഉണ്ടാക്കാം, അത് സെൻട്രൽ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കാം. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് നിയമത്തിന് അനുസൃതമായിരിക്കും സംസ്ഥാന നിയമം, സംസ്ഥാന നിയമത്തിന് അനുസൃതമായിരിക്കും സെൻട്രൽ നിയമം. ഏതെങ്കിലും നിയമത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഈ നിയമങ്ങൾ തമ്മിലെ കോൺട്രഡിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, കോൺട്രവേഴ്സി ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംഘടന ഉണ്ടായിക്കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമമാണ് നിലനിൽക്കുക. ഇപ്പൊ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സെൻട്രൽ ഗവൺമെന്റ് നിയമത്തിനെതിരായിട്ട് മറ്റൊരു വഖഫ് നിയമം സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കോൺട്രാഡിക്ടറി ആയി, ആ കോൺട്രാക്ട് എന്നാൽ സംഘർഷമായി അല്ലെങ്കിൽ എതിരായി. അങ്ങനെ വരുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് നിയമം നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഈ നിയമത്തെ പ്രതിരോധിക്കാൻ വേറെ നിയമ മാർഗമില്ല, കോടതിയിൽ പോകുകയല്ലാതെ. നമുക്കറിയാം ഈ വഖഫ് എന്ന് പറയുമ്പോൾ 2-3 തരത്തിലുള്ള വഖഫുകളുണ്ട്. ഒന്ന് പിന്നെ ആളുകൾ